ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരത്തിന് വേണ്ടി FC ബാഴ്സലോണ ഇന്ന് ഇറങ്ങുകയാണ്. ചാമ്പ്യൻസ് ലീഗിന്റെ രണ്ടാം പാദ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് ആണ് ബാഴ്സയുടെ എതിരാളികൾ. ആദ്യ പാദത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് പരാജയപ്പെട്ടതുകൊണ്ട് തന്നെ ഈ മത്സരത്തിൽ ശക്തമായ ഒരു തിരിച്ചുവരവ് ബാഴ്സക്ക് അനിവാര്യമാണ്. എന്നാൽ മാത്രമാണ് ചാമ്പ്യൻസ് ലീഗിൽ മുന്നോട്ട് പോവാൻ അവർക്ക് സാധിക്കുക. ഏതായാലും ഈ മത്സരത്തിന് മുന്നേ നെയ്മർ ജൂനിയറെ കുറിച്ച് FC ബാഴ്സലോണയുടെ സൂപ്പർ താരമായ ലാമിൻ യമാൽ സംസാരിച്ചിട്ടുണ്ട്. അതായത് നേരത്തെ ഇത്തരത്തിലുള്ള ഒരു തിരിച്ചുവരവ് ബാഴ്സലോണ നടത്തിയിരുന്നു. 1-6 ഗോളുകൾക്ക് PSG ബാഴ്സയെ പരാജയപ്പെടുത്തിയിരുന്നു. അന്ന് തിളങ്ങിയത് നെയ്മർ ആയിരുന്നു. ആ മത്സരം താൻ വീണ്ടും കണ്ടു എന്നാണ് ലാമിൻ യമാൽ പറഞ്ഞിട്ടുള്ളത്. നെയ്മർ വേൾഡ് കപ്പിന് ഉണ്ടാകുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നുവെന്നും യമാൽ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ബാഴ്സ PSG-യെ 6-1 പരാജയപ്പെടുത്തിയ മത്സരം ഞാൻ വീണ്ടും കണ്ടു. ഞാൻ ഒരുപാട് തവണ അത് കണ്ടിട്ടുണ്ട്. ആ മത്സരം ലൈവായി കണ്ട വ്യക്തിയാണ് ഞാൻ. എൻ്റെ കുട്ടിക്കാലം മുഴുവനും നെയ്മറാണ് എൻ്റെ ഐഡോൾ. അദ്ദേഹമാണ്. എല്ലാവരെയും പ്രചോദിപ്പിക്കുന്ന താരങ്ങളിൽ ഒരാളാണ് അദ്ദേഹം. നെയ്മറെ കാണാൻ വേണ്ടി മാത്രം നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാം. അദ്ദേഹത്തിന്റെ പ്രകടനം കാണാൻ വേണ്ടി എത്ര ടിക്കറ്റുകൾ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അദ്ദേഹം ഫുട്ബോളിന് ചെയ്തു തന്ന കാര്യങ്ങളോട് എനിക്ക് നന്ദിയുണ്ട്. വേൾഡ് കപ്പിൽ നെയ്മർ വേണം. അദ്ദേഹം ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതാണ് ലാമിൻ യമാൽ പറഞ്ഞിട്ടുള്ളത്. നെയ്മറുടെ ഒരു കടുത്ത ആരാധകനാണ് യമാൽ. പലപ്പോഴും നെയ്മറെ കുറിച്ച് അദ്ദേഹം സംസാരിക്കാറുണ്ട്. വരുന്ന വേൾഡ് കപ്പിൽ നെയ്മർ ഉണ്ടാകണം എന്ന് തന്നെയാണ് യമാലിന്റെ ഒരു ആഗ്രഹം. അതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രതീക്ഷയും. ഏതായാലും ബ്രസീലിയൻ ആരാധകർ എല്ലാവരും കാത്തിരിക്കുന്നത് കാർലോ ആഞ്ചലോട്ടി നെയ്മർ ജൂനിയറെ ഉൾപ്പെടുത്തുമോ എന്നറിയാൻ വേണ്ടിയാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.